തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ഒരു അയൽക്കാരനെക്കുറിച്ച് ഒന്ന് കേട്ടു നോക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലാണ് യേശു ക്രിസ്തു നല്ല സമരിയാക്കാരൻ എന്ന് പറയുന്ന അയൽക്കാരനെക്കുറിച്ച് കഥ പറയാം. യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു നിയമജ്ഞൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിയമജ്ഞൻ എന്ന് പറയുമ്പോൾ തന്നെ നിയമത്തിൽ ജ്ഞാനമുള്ളവനെന്നാണ്, നിയമം പഠിച്ചവനെന്നാണ്, നിയമത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ളവൻ. പക്ഷെ അതനുസരിക്കുന്നവൻ എന്ന് ആകണമെന്നില്ല. അപ്പോൾ ഇദ്ദേഹമാണ് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തു അവനോട് പറയുന്നുണ്ട്, എന്താണ് നിയമത്തിൽ പറഞ്ഞിരിക്കുക? ചോദ്യങ്ങൾ ചോദിച്ച ഇവനെക്കൂടെ തന്നെ ഉത്തരം പറയിപ്പിക്കണമെന്ന് യേശു നിർബന്ധമുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്താണ് നിയമത്തിൽ പറഞ്ഞിരിക്കുക. നിയമം അറിയാവുന്നതുകൊണ്ട് അവൻ പറഞ്ഞു, നിർദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ഒപ്പം തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. 2 കാര്യങ്ങളെ 10 കൽപ്പനകളിൽ 2 കാര്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയും കൂടെ സ്നേഹിക്കണം. 2-മത്തത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അവൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് യേശുവിന് മനസ്സിലായി. പക്ഷെ യേശുവിനറിയാം അവനത് ചെയ്യുന്നില്ല എന്ന്. നമ്മളിൽ പലർക്കും ഒരുപാട് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ പറ്റും, പക്ഷേ ചെയ്ത് കാണിച്ചു കൊടുക്കുവാൻ പറ്റാത്തവരാണ്. ഇന്ന് ലോകത്തിൽ ഉപദേശങ്ങൾ ആർക്കും വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക, ഉപദേശം ആരും ആഗ്രഹിക്കുന്നില്ല. ചെറിയ കുഞ്ഞു മുതൽ വലിയവർ വരെ ആർക്കും ഉപദേശം കേൾക്കണ്ട. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം ഇതാകാം, ഈ ഉപദേശം കേട്ട് മടുത്തു. 1. 2-മത്, ഈ ഉപദേശിക്കുന്നവരാരും അതേപോലെ പ്രവർത്തിച്ച് കാണുന്നില്ല എന്നതുകൊണ്ടൊക്കെ ആകാം. വിശുദ്ധ വേദപുസ്തകത്തിൽ അബ്രഹാം പിതാവ് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു, ഇസഹാക്ക് അതേപോലെ മുൻപോട്ട് പോയി. എന്നാൽ ഇസഹാക്കിലേക്ക് വരുമ്പോൾ ഇസഹാക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ചില കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. പറഞ്ഞു കൊടുക്കലല്ല വേണ്ടത്, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ് വേണ്ടത്. യാക്കോബ് പിതാവിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, ഒരുപാട് കാര്യങ്ങളെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് പറഞ്ഞു കൊടുക്കുക, ഉപദേശിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും കാണുവാൻ കഴിയും, ദാവീദിലേക്കൊക്കെ വരുമ്പോൾ ദാവീദ് ഒരുപാട് കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു, പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. എന്നാൽ ശലോമോനിലേക്ക് വരുമ്പോൾ ശലോമോൻ അധികവും ഉപദേശിച്ച് കൊടുക്കുകയാണ് ചെയ്തത്, പ്രവൃത്തിയിലല്ല ചെയ്തത്. വീണ്ടും കാണുവാൻ കഴിയും, ഇസ്രായേൽ ജനം 2ആയി ഭാഗിക്കപ്പെടുകയാണ്. അതോടുകൂടെ ഇസ്രായേലിൽ നിന്നും യൂദയെന്നും മാറ്റപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടത് കാണിച്ചു കൊടുക്കലാണ്, ഉപദേശിച്ചു കൊടുക്കലല്ല. ഇത് യേശുവിന് നല്ലപോലെ അറിയാമായിരിക്കുന്നതുകൊണ്ട് ഈ നിയമജ്ഞനോട് നിയമത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ നീ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറയേണ്ടതിന് പകരം യേശു പറഞ്ഞു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഓർക്കണം, അവൻ പറഞ്ഞ ഉത്തരം ശരിയാണ്, പക്ഷേ അവനത് ചെയ്യുവാൻ തയ്യാറല്ല. അപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ആരാണ് നല്ല അയൽക്കാരൻ? ഒരുപക്ഷെ യേശുവിനെ ഒരു ചെക്ക് വയ്ക്കുവാൻ വേണ്ടി, യേശുവിനെ കുടുക്കുവാൻ വേണ്ടി ചോദ്യമാകാം. ആദ്യമേ പറഞ്ഞല്ലോ, നിയമജ്ഞൻ നിയമത്തിൽ പരിജ്ഞാനമുള്ളവനാണ്. അതുകൊണ്ട് അവന് അതിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും ഭംഗിയായി കൃത്യമായി ഏതു സമയത്ത് ചോദിച്ചാലും ഉത്തരം കൊടുക്കുവാൻ കഴിയുന്നവനാണ്. അതുകൊണ്ടാണ് അവൻ
ചോദ്യം മാറ്റി ചോദിക്കുന്നത് ആരാണ് നല്ല അയൽക്കാരൻ? ഈ നല്ല അയൽക്കാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ യേശു നല്ല അയൽക്കാരൻ ആരാണ് എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു ഉപമ പറയുകയാണ്. ഒരു ഉപമയായിട്ട് അതിനെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. യേശു പറയുന്ന ഉപമ ഇതാണ്. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോവിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി. ഇവൻ പോയത് ജെറുസലേമിൽ നിന്നാണ്. ജെറുസലേം എന്ന് പറയുമ്പോൾ അത് അപ്പത്തിൻ്റെ നാടാണ്. അപ്പത്തിൻ്റെ നാട് എന്ന് പറയുമ്പോൾ സമൃദ്ധിയുടെ നാടാണ്. എന്നാൽ ജെറീക്കോയിലേക്കാണ് പോയത്. ജെറീക്കോ സമൃദ്ധിയുടേതല്ല, ദാരിദ്ര്യത്തിൻ്റെതാണ്. അപ്പോൾ ഇവൻ എന്തിനാകാം അങ്ങോട്ട് പോയത്? സമൃദ്ധമായി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നിട്ടും അവൻ പോയത് എന്തിനു വേണ്ടിയാണ്? ഒന്നുകൂടെ പറഞ്ഞാൽ ഇവൻ നന്മയിൽ നിന്ന് തിന്മയിലേക്കാണ് പോയത്. അവൻ ദൈവത്തിൽ നിന്ന് മറ്റൊരു ദൈവത്തിലേക്കാണ് പോയത് എന്ന് പറയാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ ജെറുസലേം എന്ന് പറയുന്നത് യഹൂദൻ്റെ ആരാധനയുള്ള, ആരാധിക്കുവാനുള്ള ദേവാലയമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ആരാധിക്കേണ്ട ദേവാലയമുണ്ട്, അവിടെ സമൃദ്ധിയുണ്ട്, അവിടെ ആരാധനയുണ്ട്. ആരാധന ഇല്ലാത്ത സ്ഥലത്തേക്കാണ് അവൻ പോയത്. ജെറീക്കോ ദാരിദ്ര്യത്തിൻ്റെതാണ്, പ്രശ്നങ്ങളുടേതാണ്, പ്രയാസങ്ങളുടേതാണ്, ദുഃഖങ്ങളുടേതാണ്, പിടിച്ചുപറിയുടേതാണ്, തിന്മയുടേതാണ്. ആരാധനയിൽ നിന്ന് എന്നു നീ ആരാധനയില്ലാത്ത സമൂഹത്തിലേക്ക് പതുക്കെ മാറ്റപ്പെടുന്നുവോ അന്നെല്ലാം നീ ഓർക്കുക, നിനക്ക് മുറിവേറ്റുകൊണ്ടേയിരിക്കും. കള്ളൻ നിന്നെ പിടിക്കുവാൻ ഇടയാകുമെന്ന് ചുരുക്കം. നിനക്ക് പലവിധ പ്രശ്നങ്ങൾ നിന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴെല്ലാം ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ വേണ്ടി സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് അവന് അറിയാവുന്ന കാര്യങ്ങളെ ചെയ്യുകയാണെന്ന്. രണ്ടാമത് മറ്റുള്ളവരോട് ചോദിക്കുകയും അവർ പറയുന്ന കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യുകയാണ്. അത് അതിനേക്കാളേറെ അബദ്ധമാണ്. എന്നാൽ ചെയ്യേണ്ടത് അവൻ തിരിച്ചു ജെറുസലേമിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ തിരിച്ച് ആരാധനയിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ തിരിച്ച് ദൈവത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അവൻ തിരിച്ച് വചനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷേ മിക്കവാറും ജനങ്ങൾ കഴിയാറില്ല. അവൻ ആരാധനയിൽ നിന്ന് ഏതൊരു മനുഷ്യൻ മാറിപ്പോയിട്ടുണ്ടോ തിരിച്ചതിലേക്ക് എത്തുവാൻ അല്പം പ്രയാസമാണ്. എന്നാൽ നിൻ്റെ ദൈവം നിനക്ക് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നു എന്ന് നീ മറക്കാതിരിക്കുക. നിൻ്റെ ദൈവം നീ ആരാധനയിൽ നിന്ന് പുറത്തേക്ക് പോയ ആ നിമിഷം മുതൽ നിന്നെ കാത്തിരിക്കുകയാണ്. ദൈവം നിന്നോടൊപ്പം ആയതുകൊണ്ട്, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുകൊണ്ട്, നിന്നെ വീണ്ടും വിളിച്ചുകൊണ്ട്, ആ ദൈവത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ആരാധനയിലേക്ക് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി പലരും നിന്നോട് പറഞ്ഞിട്ടുണ്ടാകാം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ശുശ്രൂഷകർ പലരും വന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടാകാം, തിരിച്ചു വരണം, നീ ദേവാലയത്തിലേക്ക് വരണം, പള്ളിയിലേക്ക് വരണം, വിശുദ്ധ കുർബാനയിലേക്ക് വരണം, വിശുദ്ധ ബലി സ്വീകരിക്കണം, കുമ്പസാരം നടത്തണം. പക്ഷേ അപ്പോഴൊന്നും ഈ ജെറീക്കോയിലേക്ക് പോയ മനുഷ്യന് അത് മനസ്സിലാക്കുവാൻ കഴിയില്ല. അവൻ ആരാധനയിൽ നിന്ന് പരിപൂർണമായി പിന്തിരിഞ്ഞ് പോയി. ജെറീക്കോയിലേക്ക് ചെന്നപ്പോൾ, ജെറീക്കോ എന്ന് പറയുന്ന കള്ളന്മാരുടെ നാടാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവർ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി. അവർ അവൻ്റെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണൻ വിട്ടിട്ട് പോയി. ഓർക്കണം പ്രിയപ്പെട്ടവരെ, വസ്ത്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. നീ യേശുക്രിസ്തുവിനെ തന്നെ ധരിക്കണം. യേശുക്രിസ്തുവാന്ന വസ്ത്രം നിന്നിൽ നിന്ന് മാറിപ്പോയാൽ നിന്നെ കള്ളൻ്റെ സങ്കേതത്തിൽ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ തിന്മയുടെ രൂപത്തിൽ മാത്രം കണ്ടാൽ മതിയാകും. ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ കള്ളൻ അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയിട്ട് അതിൽ വന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല. നീ ആരാധനയിൽ നിന്ന് പുറത്തു പോയാൽ, നീ നന്മയിൽ നിന്ന് പുറത്തു പോയാൽ, നീ തിന്മയിലേക്ക് മാറ്റപ്പെട്ടു പോയാൽ നിന്നെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാകണമെന്നില്ല.
അത് നിൻ്റെ മനസ്സിൽ വലിയൊരു വേദനയായി കിടക്കും. എന്നാൽ ഒരു ദൈവ പൈതൽ നിനക്ക് വേണ്ടി എവിടെയോ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നെ തിരിച്ച് ദൈവത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ ദൈവം തമ്പുരാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ അയൽക്കാരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെയാണ് നല്ല സമരിയാക്കാരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നീ ഇന്നലെ വരെ ദൈവത്തിൻ്റെ പൈതലായിരുന്നു. നീ ഇന്നലെ വരെ ആരാധനയുടെ മനുഷ്യനായിരുന്നു. നീ ഇന്നലെ വരെ ദൈവത്തിൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച വ്യക്തിയായിരുന്നു. പക്ഷേ എവിടെയോ ചില പാളിച്ചകൾ വന്നപ്പോൾ ഈ പാളിച്ചകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നീ ദൈവസന്നിധിയിലിരിക്കാതെ മനുഷ്യൻ്റെ ചിന്തകളിലേക്ക്, മനുഷ്യൻ്റെ ആലോചനകളിലേക്ക്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തോട് ചോദിക്കേണ്ടതിന് പകരം അവരോട് ചോദിച്ച് പറ്റിയ പാളിച്ചകൾ കൊണ്ട് നീ ഇന്ന് അർത്ഥപ്രാണനായിരിക്കുകയാണ്. അർത്ഥപ്രാണാവസ്ഥ എന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്നാണ്. ജീവനുണ്ടാകാം, പക്ഷേ ആ ജീവൻ കൊണ്ട് ഒരു ഫലവുമില്ല. കള്ളൻ അവനെ മുറിവേൽപ്പിച്ചു, വസ്ത്രമഴിച്ചു, അർത്ഥപ്രാണൻ വിട്ടിട്ട് പോയി. ആരും സഹായിക്കാനില്ലാതെ കിടക്കുമ്പോൾ, ആരും തുണയില്ലാതെ കിടക്കുമ്പോൾ കാണുവാൻ കഴിയും അതിലൂടെ 2-3 വ്യക്തികൾ കടന്നു പോവുക. ഒന്ന് ഒരു പുരോഹിതനാണ്. പുരോഹിതൻ കടന്നു പോയപ്പോൾ ഈ കിടക്കുന്ന വ്യക്തി അവിടെ കിടക്കുന്നു എന്നുപോലും കണ്ടില്ലെന്നാണ് പറയുക. എന്തൊരു വിരോധാഭാസമാണ് നമുക്ക് തോന്നാം. ഒരു വ്യക്തി അവിടെ കിടക്കുന്ന പുരോഹിതൻ കണ്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. വീണ്ടും ഒരു ലേവായൻ പോകുന്നു, ലേവായനും അവനെ ശ്രദ്ധിച്ചില്ല. ഒരു സമരിയാക്കാരൻ വരുന്നു, ഈ സമരിയാക്കാരൻ അവനെ എടുത്ത് എണ്ണയും വീഞ്ഞും കൊണ്ട് കഴുകി സത്രത്തിലാക്കി സത്രക്കാരന് 2 ദിനാറോ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ സംരക്ഷിക്കണം, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അത് തന്നിട്ട് പോയിക്കൊള്ളാം, ഇവനെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം ഓർക്കണം, എത്ര ബലഹീനാണെങ്കിലും, എവിടെ വീണ് കിടന്നാലും, ആരാധനയിൽ നിന്ന് എത്ര അകന്നു പോയാലും, ദൈവത്തിൽ നിന്ന് നീ എത്ര ദൂരെ പോയാലും ദൈവം നിന്നെ സംരക്ഷിക്കുവാൻ ഒരുക്കമാണ് കുഞ്ഞെ. നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ, നീ ഒന്ന് ഉറക്കെ കരയുമെങ്കിൽ, നിനക്കൊന്ന് ഉറക്കെ കരയുവാൻ കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട ആടിനെ തിരഞ്ഞു പോകുന്ന കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ കരച്ചിൽ കേൾക്കുവാൻ നിന്നോടൊപ്പം ഇറങ്ങി വരുവാൻ തയ്യാറാണ്. നീ ഇന്ന് കിടക്കുന്നത് അഗാധ കുഴിയിലാകാം. നീ ഇന്ന് കിടക്കുന്നത് ആർക്കും എഴുന്നേൽപ്പിക്കുവാൻ പറ്റാത്ത തലങ്ങളിലാകാം. നിൻ്റെ അവസ്ഥ പാപത്തിൻ്റെ പടുകുഴിയിലാകാം. ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് നിനക്ക് തോന്നിയേക്കാം. രോഗത്തിൻ്റെ അവസാന തലത്തിലാകാം. ഡോക്ടർമാർ പോലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാകാം. ഇനിയൊരു മാർഗമില്ലെന്ന് പലരും നിന്നോട് പറഞ്ഞേക്കാം. പക്ഷെ കുഞ്ഞെ, നീ ഒരു കാര്യം ഓർക്കണം, ദൈവം നിന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്. നമുക്ക് ആ തലങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് കള്ളൻ മോഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ മോഷ്ടാവ് മോഷ്ടിക്കുന്നത്? 3 കഥാപാത്രങ്ങളെ ഞാൻ കാണിച്ചു. 1 കള്ളനാണ്, 2 പുരോഹിതനാണ്, 3 ലേവായനാണ്. ഈ പുരോഹിതനും ലേവായനും ഒരേ മനസ്സാക്ഷിയുള്ളവനാണ്. അതുകൊണ്ട് മൂന്നാമത്തവനെ സമരിയാക്കാരൻ എന്ന് പറയാം. അപ്പോൾ 1 കള്ളനാണ്, 2 ലേവായൻ അല്ലെങ്കിൽ പുരോഹിതനാണ്, 3 സമരിയാക്കാരനാണ്. ഇനി കള്ളൻ എന്തുകൊണ്ടാണ്, മോഷ്ടാവ് എന്തുകൊണ്ടാണ് മോഷ്ടിക്കുക? അതിനൊരു കാരണമുണ്ട്. മോഷ്ടാവിന് ഒരു ന്യായീകരണമുണ്ട്. ആർക്കും ഒരു ന്യായീകരണമുണ്ട്. ഏതൊരു മനുഷ്യൻ ഏത് പ്രവർത്തനം ചെയ്താലും അവന് ഈ പ്രവർത്തനം ചെയ്യുവാൻ ഒരു ന്യായീകരണം ഉണ്ടാകും. ലോകത്തിൽ ഏത് മനുഷ്യൻ്റെയും
ഒരു പ്രത്യേകത ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് അവൻ്റെ ചോദ്യം. എന്നിട്ട് അവൻ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറയുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നുപോലെ ഈ കള്ളനൊരു ന്യായീകരണമുണ്ട്. കള്ളൻ്റെ ന്യായീകരണം എന്ന് പറയുന്നത് ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്. thine is mine എന്നാ പറയുക. നിൻ്റേത് എൻ്റേതും കൂടെയാണ് എന്ന് പറഞ്ഞാൽ നീ ഇന്ന് സമ്പന്നനാകുവാൻ കാരണം എന്നിൽ നിന്ന് ഒരുപാട് പിടിച്ചു പറിച്ചത് കൊണ്ടാണ്. അത് ഞാൻ പിടിച്ചു പറിച്ചത് പോലെയല്ല, നീ അത് മാന്യമായി ചെയ്തു എന്ന് നീ ചിന്തിക്കുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നീ എൻ്റെ കൂലി പിടിച്ചു വെച്ചതുകൊണ്ട്, എനിക്ക് വേണ്ട അവകാശം നീ തരാതിരുന്നുകൊണ്ട്, നീ ബിസിനസ്സിൽ എന്നെ വെട്ടിച്ചെടുത്തതുകൊണ്ട്, നീ പല കാര്യങ്ങളും എന്നെ ചൂഷണം ചെയ്തുകൊണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോൾ നീ സമ്പന്നനാകുകയും ഞാൻ ദരിദ്രനാവുകയും ചെയ്തു. അപ്പോൾ എനിക്കൂടെ അവകാശപ്പെട്ടതാണ് നിൻ്റെ കയ്യിലിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് പിടിച്ചു പറിച്ചാലും തെറ്റില്ലെന്നേ. ഇതാണ് മോഷ്ടാവിൻ്റെ മനസ്ഥിതി. thine is mine, നിൻ്റേത് എൻ്റേതും കൂടെയാണ്. അതുകൊണ്ടാണ് മോഷ്ടാവ് മോഷ്ടിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നത് എന്ന് പറയാം. എന്നാൽ അവിടെയുള്ള പുരോഹിതൻ്റെയും ലേവായൻ്റെയും മനസ്ഥിതി അങ്ങനെയല്ല. അവൻ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? ഒരു മനുഷ്യൻ കിടക്കുന്നു കാണാഞ്ഞിട്ടല്ല. ഏതൊരു വ്യക്തിയാണെങ്കിലും ദയനീയമായി വഴിയരികിൽ വീണ് കിടക്കുന്ന ഈ മനുഷ്യനെ ആര് പോയാലും കാണാതിരിക്കുകയില്ല. പക്ഷെ കണ്ടില്ല എന്ന ഭാവം ധരിച്ച് അവൻ മുൻപോട്ട് പോകാൻ ഒരു കാരണം ഇതാകാം. അവൻ്റെ മനസ്ഥിതി മൈൻ ഈസ് മൈൻ എന്നാണ്. എൻ്റേത് എൻ്റേത് മാത്രമാണ്. ഞാൻ എന്തിന് അവനെ തിരിഞ്ഞു നോക്കണം? ഞാൻ എന്തിന് അവനെ ശുശ്രൂഷിക്കണം? അവനെൻ്റെ ആരുമല്ലല്ലോ, അല്ലെങ്കിൽ അവനെ ഞാൻ അറിയില്ല. ഈ പൊല്ലാപ്പെല്ലാം എടുത്ത് എൻ്റെ തോളിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ എന്തിനാണ് പോവുക? ഇല്ലേ, നമ്മൾക്ക് പലപ്പോഴും കാണുവാൻ കഴിയും, റോഡിൽ അപകടം പറ്റിക്കിടക്കുന്ന പല ആൾക്കാരെയും ആശുപത്രിയിൽ എത്തിക്കുവാനെന്ന് പലരുമില്ല. അതെല്ലാം പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് പറയാനുണ്ട്. ഈ പൊല്ലാപ്പ് ഞാൻ എന്തിനെടുത്ത് വെച്ച് തോളിൽ വെക്കണമെന്നേ? അത് മറ്റാരും നോക്കിക്കൊള്ളും. കാരണം ഇവനെ ശുശ്രൂഷിക്കുവാനോ ഇവനെ നോക്കുവാനോ എൻ്റെ കയ്യിൽ പണമില്ല. എൻ്റേത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്, എൻ്റെ പ്രയത്നമാണ്, എൻ്റെ ചോര നീരാക്കിയതാണ്, എൻ്റെ വിയർപ്പാണ്. ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയതാണ്. എൻ്റേത് മാത്രമാണ്, അത് ഞാൻ ആർക്കും കൊടുക്കില്ല. കള്ളൻ്റെ മനോഭാവം നിൻ്റേത് എൻ്റേതും കൂടിയാണെന്നുള്ളതാണ്. കർത്താവ് യേശു പറഞ്ഞത് അത് തെറ്റാണ്. ആ മനോഭാവമാണ് മാറ്റേണ്ടത്. ഇവിടെ ലേവായൻ്റെ മനോഭാവം എൻ്റേത് മാത്രമാണ്, എനിക്കുള്ളത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ അധ്വാനിച്ചതാണ്, എൻ്റെ വിയർപ്പാണ്, ഞാൻ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആർക്കും കൊടുക്കുകയുമില്ല. അതുകൊണ്ട് അവൻ ആരെയും തിരിഞ്ഞു നോക്കില്ല. എൻ്റേത് മാത്രമാണ്. എന്നാൽ യേശു വിരൽ ചൂണ്ടിയത് അയൽക്കാരനിലേക്ക്, സമരിയാക്കാരനിലേക്കാണ്. സമരിയാക്കാരൻ ചെയ്തത് എന്താണ്? ഈ വ്യക്തി വീണ് കിടക്കുന്നു കണ്ടപ്പോൾ ഓടിച്ചെന്ന് അദ്ദേഹത്തെ എടുത്ത് തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും ഉപയോഗിച്ച് മനോഹരമായി കഴുകി വൃത്തിയാക്കി അവനെ സത്രത്തിലാക്കി സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് സത്രക്കാരന് കൊടുത്തിട്ട് അവൻ പറയുകയാണ്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു തരാം, ഇവനെ താങ്കൾ ശുശ്രൂഷിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ മൈൻ ഈസ് thine, എൻ്റേത് നിൻ്റേതും കൂടെയാണ്. എനിക്ക് ദൈവം തന്നിരിക്കുന്നത് നിനക്കുകൂടെ തരുവാൻ വേണ്ടിയാണ്. ദൈവം എന്നെ സമ്പന്നനാക്കിയത്, ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നത് അത് നിനക്കുകൂടെ കിട്ടുവാൻ വേണ്ടിയാണ്. ഞാൻ മാത്രം ഇത് സ്വീകരിക്കേണ്ടതല്ല, ഞാൻ മാത്രം ഉപയോഗിക്കേണ്ടതല്ല, ഞാൻ മാത്രം ഉപയോഗിച്ച് മുൻപോട്ട് പോകേണ്ടതല്ല, ഞാൻ അങ്ങനെ സുഖലോലുപതയിൽ കഴിയേണ്ടവനല്ല. മറിച്ച് എനിക്ക് ദൈവം തന്നുവെങ്കിൽ അത് ഒരാളെ കൂടെ പങ്കുചേർക്കുവാൻ വേണ്ടിയാണ്. എനിക്ക് ദൈവം തന്നുവെങ്കിൽ അത് മറ്റുള്ളവർ കൂടെ വിതരണം ചെയ്യുവാൻ വേണ്ടിയാണ്. എനിക്ക് ദൈവം തന്നുവെങ്കിൽ മറ്റുള്ളവർ കൂടെ കൊടുക്കുവാൻ വേണ്ടിയാണ്. എവിടെ നിറയപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ, ഒരു കാര്യം ഓർക്കുക, അവിടെ കൊടുത്തു തുടങ്ങണം നമ്മൾ. നീ എവിടെ കൊടുത്തു തുടങ്ങുന്നുവോ അവിടെയെല്ലാം നിറയപ്പെട്ടുകൊണ്ടേയിരിക്കും. നീ എവിടെ പിടിച്ചു വയ്ക്കുന്നുവോ അവിടെയെല്ലാം സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. കാലങ്ങൾ ഇത് തെളിയിച്ചതാണ്.
കാലങ്ങൾ തെളിയിച്ചതാണ്. നമുക്കിത് വ്യക്തമായിട്ടറിയാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും ഇതുപോലെ കടന്നു പോയിട്ടുള്ളതാണ്. ഞാൻ പിടിച്ചു വച്ചത്, ആർക്കും കൊടുക്കാതെ സ്വീകരിച്ചത്, ഞാൻ എൻ്റേത് മാത്രമാണെന്ന് കരുതിയത്, എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഉപകരിച്ചത് ഒന്നും ഇന്ന് നമ്മളുടെ സ്വന്തമായിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് എത്ര കാലമുണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ? ഒന്നും ചിന്തിക്കുവാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ജീവിതമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓർക്കുക, യേശുക്രിസ്തു പറഞ്ഞത് എൻ്റേത് നിൻ്റേതും കൂടിയാണെന്ന മനോഭാവം, സമരിയാക്കാരൻ്റെ മനോഭാവം എന്നുണ്ടാകുന്നോ അന്നാണ് ക്രിസ്തു നമ്മിൽ രൂപപ്പെടുക. ക്രിസ്തു നമ്മിൽ ഉരുവാകണമെങ്കിൽ ഞാൻ എൻ്റേത് നിൻ്റേതും കൂടെയാണ് എന്ന അവസ്ഥയിൽ ഞാൻ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങണം. ചിന്തിച്ചാൽ മാത്രം പോരാ, ആ ചിന്തയിൽ നിന്ന് ഒരു പ്രവർത്തനമുണ്ടാകണം. മറ്റുള്ളവനെ കണ്ടെത്തുവാൻ കഴിയണം, പാവപ്പെട്ടവനിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയണം, പാവപ്പെട്ടവനെ സ്വന്തമായി സ്വീകരിക്കുവാൻ കഴിയണം, അവനെ സഹായിക്കുവാൻ മനസ്സുണ്ടാകണം, അവൻ എൻ്റേതാണെന്നുള്ള ബോധ്യമുണ്ടാകണം, അവൻ ദൈവത്തിൻ്റേതാണെന്ന ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് ഓർക്കുക, ദൈവം നിന്നെ വിളിച്ചത് ഈ സമരിയാക്കാരൻ്റെ മനോഭാവത്തിലേക്ക് എത്തിക്കുവാനാണ്. നീ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നിന്നെ അങ്ങോട്ട് എത്തിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ്. നീ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മകനായി രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം തന്നെ തീർച്ചയായും അങ്ങോട്ട് എത്തിക്കും. അതെ, നീ ഓർക്കുക, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം സമൃദ്ധമായി നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നീ കൊടുത്തുകൊണ്ടേയിരിക്കുക, സമൃദ്ധമായി വന്നുകൊണ്ടേയിരിക്കും. നീ എത്രമാത്രം പിടിച്ചു വയ്ക്കുന്നുവോ അത്രമാത്രം നിനക്ക് ഇല്ലാതെയായിക്കൊണ്ടേയിരിക്കും. ഇത് പറഞ്ഞപ്പോൾ എൻ്റേത് നിൻ്റേതും കൂടെയാണ് എന്ന് പറഞ്ഞപ്പോൾ, യേശുവും പറഞ്ഞപ്പോൾ ഓർക്കണം, അതാണ് നല്ല അയൽക്കാരൻ. ഈ നിയമത്തിന് ഒരു കാര്യം മനസ്സിലായി, ആരാണ് നല്ല അയൽക്കാരൻ എന്ന്. യേശു ഒരു ഉപമയിലൂടെ വിശദീകരിച്ചു കൊടുത്ത വലിയ ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണ്. നമ്മൾ ഈ ലോകത്തിൽ യുഗങ്ങൾ ജീവിക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ല, വിരുന്നുകാരായി വന്നവരാണ്. മാറ്റപ്പെടേണ്ടവരാണ്, ദൈവത്തിലേക്ക് എത്തപ്പെടേണ്ടവരാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ മനസ്സ് ശുഷ്കിച്ചു പോകരുത്. എൻ്റെ മനസ്സ് ആരുടെ കൂടെയാണ്? മോഷ്ടാവിൻ്റെ കൂടെയാണോ? ലേവായൻ്റെ കൂടെയാണോ? അതോ സമരിയാക്കാരൻ്റെ കൂടെയാണോ? സമരിയാക്കാരൻ്റെ കൂടെയാണെങ്കിൽ നീ ഇപ്പോൾ മുതൽ തുടങ്ങുക, നീ ഇപ്പോൾ മുതൽ പ്രവർത്തിക്കുക, നീ ഇപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങുക. പറയുമ്പോൾ അല്പം ബുദ്ധിമുട്ടാകാം ഈ സംഭവമെന്ന് എനിക്കും അറിയാം. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, ദൈവം നിന്നിൽ പ്രവർത്തിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് വളരണമെന്ന്, നിനക്ക് ഉയരണമെന്ന്, നിനക്ക് അനുഗ്രഹം വേണമെന്ന്, നിനക്ക് ദൈവത്തോടൊപ്പമായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒരു നല്ല സമരിയാക്കാരനായി തീർന്നേ പറ്റൂ. അതെ, മൈൻ ഈസ് thine, എൻ്റേത് നിൻ്റേതും കൂടെയാണ്. മൈൻ ഈസ് thine, എൻ്റേത് നിൻ്റേതും കൂടെയാണ്. ഈ നിയമജ്ഞനോട് ഇത് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി ആരാണ് നല്ല അയൽക്കാരനെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. യേശു പറഞ്ഞ ഒരു ഉപമയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അതെ, ഞാൻ ഏത് ഭാഗത്താണ് നിൽക്കുക? ഞാനിനി എത്രമാത്രം വളരുവാനുണ്ട്? ഞാനിനി എത്രമാത്രം ദൈവത്തോടൊപ്പമായി മാറ്റപ്പെടുവാനുണ്ട്? ഞാൻ എത്രമാത്രം ദൈവ തേജസ് കൊണ്ട് നിറയേണ്ടതുണ്ട്? ഞാൻ എത്രമാത്രം ദൈവത്തിൻ്റെതായി മാറുവാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എത്രമാത്രം നല്ല അയൽക്കാരനായി രൂപപ്പെടേണ്ടതുണ്ട്. നിനക്കു ചുറ്റും ഒരുപാട് വീണ് കിടക്കുന്നവരുണ്ടാകാം. നിനക്ക് ചുറ്റും
ഇതേപോലെ കിടക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. അവരുടെ ഇടയിലേക്ക് ഒരു സമരക്കാരനെ ചെല്ലുവാൻ, ഒരിക്കലെങ്കിലും ഒരു സാന്ത്വന വാക്ക് ഒന്ന് കൊടുക്കുവാൻ, ഒരിക്കലെങ്കിലും ഒരു കൈ ഒന്ന് സഹായിക്കുവാൻ, ഒരിക്കലെങ്കിലും ഒരു നോട്ടം കൊണ്ട്, കരുണയോടെ ഉള്ളൊരു നോട്ടം കൊണ്ട് വീക്ഷിക്കുവാൻ നിനക്ക് കഴിയുമോ? അവിടെ ദൈവം നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ ഒരു സമരക്കാരനായി മാറ്റും. പ്രിയപ്പെട്ടവരെ, നിയമജ്ഞനെ പോലെ ചോദ്യങ്ങൾ ചോദിക്കാതെ, നിയമത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് നിൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടെയാണ് ദൈവം പ്രസാദിക്കുക, അവിടെയാണ് ദൈവത്തെ കണ്ടെത്തുക. അതിനുവേണ്ടി ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും താഴ്മയോടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവേ. കർത്താവെ, അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. കർത്താവെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ ഭാവനകളെ മാറ്റി ദൈവം തമ്പുരാനെ, കർത്താവെ, നല്ല സമരിയാക്കാരൻ്റെ, നല്ല അയൽക്കാരൻ്റെ മനോഭാവത്തിലേക്ക് ഞങ്ങൾക്കൊരു മാറ്റം തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവെ, ഇതുവരെയുള്ള ഞങ്ങളുടെ തുരുമ്പിച്ച ചിന്തകളെ എടുത്തു മാറ്റിയിട്ട് ദൈവം തമ്പുരാനെ അവിടുത്തെ ജീവനുള്ള ചിന്തകളെ തന്ന് കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളായി മാറുവാൻ കൃപ തന്ന് അനുഗ്രഹിക്കണം. എല്ലാ പ്രാർത്ഥനയും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വഴി അപേക്ഷിച്ചു കൃപ കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ തന്നെ ആമീൻ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.